ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക, വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കുക. ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവേ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോകും. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഇസ്രായേൽ മക്കളെ മോശ ഹല്ലേലൂയ ഇസ്രായേലിൻ്റെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ച് ഹല്ലേലൂയ മുൻപോട്ട് വരുമ്പോൾ, ശത്രു പുറകെയും അവർ മുന്നിലായി പോകുമ്പോൾ, ചെങ്കടലിന്റെ മധ്യത്തിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകുന്നു കഴിയാതെ ഭാരപ്പെടുമ്പോൾ മോശ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ഹല്ലേലൂയ ദൈവം പറയുകയാണ്, നീ എന്തിനാണ് എന്നോട് നിലവിളിക്കുന്നത്? ഹല്ലേലൂയ. ഇപ്പോൾ കാലം ആരെങ്കിലും നിലവിളിക്കുന്നുണ്ടോ? ഭാരത്താലും പ്രയാസത്താലും. എന്നാൽ ദൈവം പറയുകയാണ്, നീ എന്തിനാണ് നിലവിളിക്കുന്നത്? നിലവിളിക്കേണ്ട അവസ്ഥയല്ല ഇപ്പോൾ. നിന്റെ മേലുള്ള അധികാരത്തെ പകരുവാൻ, അധികാരത്തെ പ്രവർത്തിക്കുവാനുള്ള സമയമാണ്. ഹല്ലേലൂയ. മോശയോട് പറയുകയാണ്, ഹല്ലേലൂയ നിന്റെ കൈ കടലിന്മേൽ നീട്ടുക. ഹല്ലേലൂയ. നീ ആ വടിയെടുത്ത് കടലിന്മേൽ നീട്ട്. ഹല്ലേലൂയ. ഉണങ്ങിയ നിലം കാണും. ഹല്ലേലൂയ. സ്തോത്രം. ഇസ്രായേൽ മക്കൾ ഉണങ്ങിയ നിലത്തൂടെ നടന്നു പോകും. ഹല്ലേലൂയ. ദൈവം പറയട്ടെ, നിലവിളിക്കേണ്ട അവസ്ഥയല്ല ഇപ്പോൾ, നിലവിളിക്കേണ്ട കാര്യമല്ല ഇപ്പോൾ. അധികാരം പകർന്ന ദിവസമാണ്. ഇവകൾക്കാലം ആത്മാവിനെ പറഞ്ഞാട്ടെ, നിങ്ങൾക്ക് ഹല്ലേലൂയ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും മുന്നോട്ട് പോകാൻ കഴിയാത്ത ചെങ്കടൽ പോലുള്ള ഭാരത്താലും പ്രയാസത്താലും അപകടത്താൽ നിങ്ങൾ മുന്നോട്ട് നിൽക്കുകയാണെങ്കിൽ, എങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണെങ്കിൽ, ദൈവം പറയുകയാണ്, നിലവിളിക്കേണ്ട അവസ്ഥയല്ല, നിലവിളിക്കേണ്ട ദിവസമല്ല. ഇവകൾക്കാലം കൽപ്പിച്ചാട്ടെ, നിങ്ങളുടെ മുമ്പിൽ എതിരെ നിൽക്കുന്ന എല്ലാ പ്രശ്നത്തെയും സ്വർഗ്ഗത്തിന്റെ മുമ്പിൽ നാഥനായ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പറയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, അധികാരത്തോടെ വിശുദ്ധിയോടെ ദൈവത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കും. ഈ മോശ ദൈവത്തോടുള്ള ഹല്ലേലൂയ ബന്ധത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന പ്രകാരം, വിശുദ്ധിയോട് വേർപാട് നിന്ന പ്രകാരം അവൻ ഹല്ലേലൂയ ഒരു അധികാരം യേശു ക്രിസ്തു അല്ലെങ്കിൽ ദൈവം ഹല്ലേലൂയ മോശമേൽ പകർന്ന് ചെങ്കടലിനെ വിഭാഗിക്കുകയാണ്. ഈ പകൽക്കാലം പറയട്ടെ, ഹല്ലേലൂയ ആ വടിയെടുത്ത് നീട്ടിയപ്പോൾ, അവന്റെ കൈ കടലിന്മേൽ നീട്ടിയപ്പോൾ, ആ മോശ നീട്ടിയപ്പോൾ ഉണങ്ങിയ നിലം കണ്ടു. ഈ ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ ഉണങ്ങിയ നിലത്തൂടെ ഹല്ലേലൂയ മുൻപോട്ട് പോകുവാൻ ഇടയായി. അവൻ അക്കരെ എത്തുവാനിടയായി, ശത്രുഷണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനിടയായി. ഈ പകൽക്കാലം നിങ്ങളുടെ മേലുള്ള അധികാരം പകരേണ്ട ദിവസങ്ങളാണ്. പ്രാർത്ഥന എന്ന അധികാരം, ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ നാമം എന്ന അധികാരം, ഹല്ലേലൂയ സ്തോത്രമെന്ന യാഗമർപ്പിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ഹല്ലേലൂയ അഭിഷേകത്തിൽ ആരാധിക്കുന്നുള്ള അധികാരം, ഹല്ലേലൂയ ആരാധിക്കുമ്പോൾ ദൈവിക വിടുതലുകൾ ഹല്ലേലൂയ ദൈവം പകരുവാൻ ഇടയാകും. ഈ പകൽക്കാലം ഹല്ലേലൂയ നിങ്ങൾ പ്രാർത്ഥനയാകുന്ന വഴി ഹല്ലേലൂയ സ്തോത്രമെന്ന യാഗം, ഹല്ലേലൂയ ദൈവത്തോടുള്ള വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഹല്ലേലൂയ നിന്റെ പ്രശ്നങ്ങളല്ല വലുത്, നിന്റെ ഈ കടലല്ല വലുത്, നിന്റെ പ്രതികൂലങ്ങളല്ല വലുത്, ഞാനാണ് വലിയവൻ. ഹല്ലേലൂയ അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവൻ, ഈ കടലിനെ നിർമ്മിച്ചവൻ, ഹല്ലേലൂയ കടലിലെ ഹല്ലേലൂയ മണൽ തരിവും അതിരിട്ടവനായ ദൈവം പറയുകയാണ്, മോശയോട് പറയുകയാണ്, നിന്റെ കൈ കടലിൽ മേലും നീട്ട് അതിനെ വിഭാഗിക്കാതെ പറഞ്ഞപ്പോൾ കടൽ രണ്ടായി മാറുന്ന ഇസ്രായേൽ മക്കൾ ഉണങ്ങിയ നിലത്തോടുകൂടി ഹല്ലേലൂയ സ്തോത്രം മുന്നോട്ട് പോകുവാനിടയായി. ഈ ശത്രുവിനെ തകർക്കുവാനിടയായി. ഇപ്പോൾ കാലം ആത്മാവിനാൽ കാര്യം പറയട്ടെ, നിങ്ങൾക്കെതിരെ വരുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രതികൂലമാണ്. ദൈവത്തെ വിശുദ്ധിയോടും അനുഗ്രഹത്തോടും മുന്നോട്ട് പോകുന്ന ദൈവങ്ങളാണെങ്കിൽ ആ വരുന്ന പ്രശ്നത്തെ ദൈവം മാത്രം ശക്തനാണ്. നിങ്ങൾക്ക് അധികാരം പകരുന്ന ദിവസങ്ങളാകട്ടെ. ഹല്ലേലൂയ മോശ വടിയെടുത്ത് ചെങ്കടൽ ഹല്ലേലൂയ പൊളിച്ചു. ഒരു ദൈവത്തോടെ ഭവനത്തിന്മേൽ ഒരു മോശയെ പോലെ ഭവനത്തിന്മേൽ ഒരു ധാന്യനെ പോലെ മുന്നാട്ടെ ദൈവങ്ങളെ ധാരാളമായി അനുകരിക്കട്ടെ.